സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും വേണ്ട. അതിൻ്റെ കൂടെ സർപ്രൈസായി കിട്ടിയ ഒരു സമ്മാനത്തിൻ്റെ വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. സമ്മാനവും കാണാം, അവസാനം വരെ വീഡിയോ കാണണേ. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. എഗ് യോക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ടയുടെ വെള്ള ചേർക്കുന്നില്ല, മഞ്ഞ മാത്രമാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവനായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റാണ് കേട്ടോ. കോൺഫ്ലോർ ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് പുഡിങ് തയ്യാറാക്കാൻ പറ്റില്ല. നമ്മൾ ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല, കോൺഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുക, പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 കപ്പ് പാലാണ് ചേർക്കേണ്ടത്. അതായത് 1/2 ലിറ്റർ പാല്. ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ ബാറ്ററിനെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. കാരണം ഈ മുട്ടയുടെ എന്തെങ്കിലും ഒന്ന് കിടപ്പുണ്ടെങ്കിലോ അതൊന്ന് പോയിക്കോട്ടെ, അതിനായിട്ട് നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കി 250 ml കപ്പിൽ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് സാധാരണ നമ്മൾ വാങ്ങുന്ന പാലുണ്ടല്ലോ, അതിന് തിളപ്പിച്ച് ആറിയ പാലിനെയാണ് ചേർത്തത്. പാക്കറ്റ് പാലാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആ പാല് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ആദ്യം കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കാൻ ശ്രദ്ധിച്ചോളുക, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രം നന്നായിട്ട് അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിച്ച് കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുറുകി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഏത് പാത്രത്തിലേക്കാണോ മാറ്റേണ്ടത് ആ പാത്രം ഒന്ന് നെയ്യൊക്കെ തടവി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അടച്ച് വെക്കാനുള്ള സൗകര്യം കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി എൻ്റെ മോൾക്ക് തണുപ്പ് കഴിക്കാൻ പാടില്ല, അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി ചെറിയൊരു ബൗളിൽ ഞാൻ ബാക്കിയൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ വലിയ പാത്രത്തിൽ ഒഴിച്ചതിനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം, അല്ലാത്തത് നോർമൽ ടെമ്പറേച്ചറിലിരുന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ആൽമണ്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ചൂടാറാനായിട്ട് ഒന്നുകിൽ ഇതിൻ്റെ മുകളിലായിട്ട് ടവലിട്ട് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യാം. അതിൽ ആവി വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതിനെ ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. എത്ര നേരം ഫ്രിഡ്ജിലിരിക്കുന്നോ അതിനനുസരിച്ച് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഞാനിപ്പോൾ പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുത്തപ്പോൾ തന്നെ അതിഞ്ഞ് പോന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലിപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ഗുളുഗുളൂന്നിരിക്കുന്ന അടിപൊളി പുഡിങ്ങാണ്. ഈ പുഡിങ്ങിൻ്റെ കളറ് കണ്ടാൽ കസ്റ്റാർഡ് പുഡിംഗ് ആണെന്ന് തോന്നും, പക്ഷേ അല്ല. ഇതെന്താണെന്നറിയോ? എൻ്റെ വീട്ടിലെ കോഴിയിട്ട മുട്ടയാണ്. അപ്പോൾ അതിന് നല്ല മഞ്ഞ കളറാണ്. അതുകൊണ്ടാണ് ഇത്രയും കളർ വരുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണ് ചേർക്കുന്നതെങ്കിൽ നല്ല വെള്ള കളറിൽ തന്നെ പുഡിങ് കിട്ടും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.